ഓക്കെ, അപ്പോൾ നിങ്ങൾ കോ പ്രിസിപ്പിറ്റേഷൻ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പം ഇംപ്യൂരിറ്റീസ് പ്രസിപ്പിറ്റേറ്റിൻ്റെ കൂടെ ഒരുമിച്ച് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാണ്. അപ്പോൾ അതാണ് കോ പ്രിസിപ്പിറ്റേഷൻ. അപ്പോൾ കോ പ്രിസിപ്പിറ്റേഷൻ കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ഇംപ്യൂരിറ്റീസ് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? കോ പ്രിസിപ്പിറ്റേഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. മെത്തേഡ്സ് ഫോർ മിനിമൈസിങ് കോ പ്രിസിപ്പിറ്റേഷൻ. ആദ്യത്തെയാണ് വാഷിംഗ്. ഇംപ്യൂരിറ്റീസ് co-precipitated by surface adsorption can be removed by washing. സർഫസ് അഡ്സോപ്ഷൻ കാരണം ഇംപ്യൂരിറ്റീസ് co-precipitate ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും. For curdy and gelatinous precipitates, the wash solution must contain a suitable electrolyte in order to avoid peptization. അതായത് കേടി അല്ലെങ്കിൽ ജെലാറ്റിനസ് ആണ് നമ്മുടെ പ്രസിപ്പിറ്റേറ്റ് എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ വാഷ് സൊല്യൂഷനിൽ വാട്ടർ കൊണ്ട് വാഷ് ചെയ്യരുത്, അതിൻ്റെ കൂടെ ഏതെങ്കിലും ഇലക്ട്രോലൈറ്റ് കൂടി ആഡ് ചെയ്യണം. എന്നാൽ മാത്രമേ പെപ്റ്റൈസേഷൻ ഉണ്ടാവാണ്ടിരിക്കുള്ളൂ. അപ്പോൾ പെപ്റ്റൈസേഷൻ എന്താണെന്ന് അറിയണം. എന്താ പെപ്റ്റൈസേഷൻ? അതായത് പ്രസിപ്പിറ്റേറ്റിനെ കൊളോയിഡൽ സൊല്യൂഷൻ ആക്കിയിട്ട് മാറ്റുക. ഏതെങ്കിലും ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്തിട്ട് പ്രസിപ്പിറ്റേറ്റിനെ കൊളോയിഡൽ സൊല്യൂഷൻ ആക്കിയിട്ട് മാറ്റണ പ്രോസസ്സിനെയാണ് പെപ്റ്റൈസേഷൻ എന്ന് പറയുക. അപ്പോൾ പെപ്റ്റൈസേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെപ്റ്റൈസേഷൻ ഇല്ലാണ്ടിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു വാഷ് സൊല്യൂഷൻ്റെ കൂടെ ഒരു ഇലക്ട്രോലൈറ്റ് കൂടി ആഡ് ചെയ്യണം. അപ്പോൾ വാഷിംഗ് നമ്മുടെ കോപ്രസിപ്പിറ്റേഷൻ കുറയ്ക്കും. അതുപോലെ സെപ്പറേഷൻ ഓർ മാസ്കിംഗ് ഓഫ് ഇംപ്യൂരിറ്റി. റിമൂവിങ് ഇംപ്യൂരിറ്റീസ് ബൈ സർട്ടൻ റിയാക്ഷൻ. അപ്പം നമ്മുടെ റിയാക്ഷൻ നമുക്കറിയാം ഇംപ്യൂരിറ്റീസ് ഏതാ അറിയാമെങ്കിൽ ആ ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും റിയാക്ഷൻസ് നടത്താം സൊല്യൂഷനിൽ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? മാസ്കിംഗ് ഇറ്റ് ഓർ ഫോഴ്സിങ് ഇറ്റ് ടു റിമെയിൻ ഇൻ ദ സൊല്യൂഷൻ ത്രൂ കോംപ്ലക്സേഷൻ ബിഫോർ ക്യാരിയിങ് ഔട്ട് പ്രസിപ്പിറ്റേഷൻ. COM ആണ് കേട്ടോ, കോംപ്ലക്സേഷൻ ബിഫോർ ക്യാരിയിങ് ഔട്ട് പ്രസിപ്പിറ്റേഷൻ. നമുക്ക് എന്ത് ചെയ്യാം? ഇംപ്യൂരിറ്റീസിനെ മാസ്ക് ചെയ്യാം. എങ്ങനെയാണ് മാസ്ക് ചെയ്യുക? അതിനെ കോംപ്ലക്സ് ആക്കിയിട്ട് സൊല്യൂഷനിൽ തന്നെ റിമെയിൻ ചെയ്യിക്കാം. അങ്ങനെ കോംപ്ലക്സ് ആയിട്ട് സൊല്യൂഷനിൽ റിമെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രസിപ്പിറ്റേറ്റിൻ്റെ കൂടെ ഇംപ്യൂരിറ്റീസ് വരില്ല. അപ്പോൾ സെപ്പറേഷൻ ബൈ സർട്ടൻ റിയാക്ഷൻ ഓർ മാസ്കിംഗ് ഓഫ് ഇംപ്യൂരിറ്റീസ് ബൈ കോംപ്ലക്സേഷൻ. ഓക്കെ, അപ്പോൾ അതാണ് സെപ്പറേഷൻ ഓർ മാസ്കിംഗ് ഓഫ് ഇംപ്യൂരിറ്റി. സെപ്പറേഷൻ ഏതെങ്കിലും റിയാക്ഷൻ നടത്തിയിട്ട് ഇംപ്യൂരിറ്റീസിനെ സെപ്പറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ മാസ്കിംഗ് എന്ന് പറഞ്ഞാലോ, മാസ്കിങ്ങിൽ നമ്മൾ ഇംപ്യൂരിറ്റീസിനെ കോംപ്ലക്സ് ഫോം ചെയ്തിട്ട് സൊല്യൂഷനിൽ റിമെയിൻ ചെയ്യിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അടുത്തതാണ് ചോയ്സ് ഓഫ് precipitant. If known impurities are present in solution that cause mixed crystal formation, then we can use specific precipitant. നമുക്ക് ഇമ്പ്യൂരിറ്റീസ് സൊല്യൂഷനിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഏതാണെന്ന് അറിയാമെങ്കിൽ, മിക്സഡ് ക്രിസ്റ്റൽ ഫോർമേഷന് നടക്കുമെന്ന് നമുക്കറിയാമെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള റിയാക്റ്റൻസ് ഉപയോഗിക്കാം, പ്രസിപ്പിറ്റൻസ് ഉപയോഗിക്കാം. അതിൻ്റെ പ്രത്യേകത എന്താ? ദ precipitant does not cause mixed crystal and can chosen to avoid co-precipitation. ഈ precipitances മിക്സഡ് ക്രിസ്റ്റൽ ഫോം ചെയ്യിക്കില്ല. അങ്ങനെ co-precipitation നമുക്ക് കുറയ്ക്കാം. നമ്മുടെ ഇമ്പ്യൂരിറ്റീസ് ഏതാണെന്ന് അറിയാമെങ്കിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള precipitant ഉപയോഗിക്കാം. മിക്സഡ് ക്രിസ്റ്റൽ ഫോർമേഷൻ നടക്കാത്ത സ്പെസിഫിക് ആയിട്ടുള്ള precipitances ഉപയോഗിച്ചിട്ട് നമുക്ക് co-precipitation കുറയ്ക്കാം. അതാണ് ചോയ്സ് ഓഫ് ദ precipitant. അടുത്തതാണ് ഡൈജഷൻ. ഇപ്പോൾ ഡൈജഷൻ എന്താണെന്ന് നോക്കാം. ഇഫ് precipitate is maintained in equilibrium with the supernatant solution for an extended time at room temperature or an elevated temperature, the dissolution and reprecipitation process occurs that expels co-precipitated impurities. This process is called digestion. അപ്പോൾ എന്താ ഡൈജഷൻ? പ്രസിപ്പിറ്റേറ്റിനെ നമ്മുടെ സൊല്യൂഷൻ്റെ കൂടെ സൂപ്പർനേറ്റൻ ലിക്വിഡ് അടക്കം നമ്മൾ എന്താ പറയുക പ്രസിപ്പിറ്റൻ്റ് ആഡ് ചെയ്തിട്ട് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തു. ആ സ്റ്റേറ്റിൽ നമ്മൾ അതിനെ കുറേ നേരം റൂം ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ഒരു എലിവേറ്റഡ് ടെമ്പറേച്ചറിൽ റിമെയിൻ ചെയ്യാൻ അനുവദിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? ആ പ്രസിപ്പിറ്റേറ്റ് വീണ്ടും ഡിസോൾവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് റീപ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഇങ്ങനെ റീപ്രസിപ്പിറ്റേറ്റ് ചെയ്യുമ്പോൾ co-precipitation നടക്കില്ല, co-precipitation കുറവായിരിക്കും. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഡൈജഷൻ. ഇതിനെയാണ് ഡൈജഷൻ എന്ന് പറയുക.
അതായത് നമ്മുടെ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തിട്ട് ആ പ്രസിപ്പിറ്റേറ്റിനെ നമ്മൾ കുറേ നേരം സൊല്യൂഷനിൽ റിമെയിൻ ചെയ്യാൻ സമ്മതിക്കുകയാണെങ്കിൽ, അലൗ ചെയ്യുകയാണെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ഡിസോൾവ് ചെയ്തിട്ട് റീപ്രസിപ്പിറ്റേഷൻ നടക്കും. ഇങ്ങനെ റീപ്രസിപ്പിറ്റേഷൻ നടക്കുമ്പോൾ അവിടെ ഇംപ്യൂരിറ്റീസ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യില്ല. അതായത് പ്രസിപ്പിറ്റേഷൻ നമുക്ക് തടയാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഡൈജഷൻ എന്ന് പറഞ്ഞത്. ദസ് ഡൈജഷൻ മിനിമൈസ് ദ ഇംപ്യൂരിറ്റീസ്. അതുകൊണ്ട് എന്തുണ്ടാവും? കോപ്രസിപ്പിറ്റേഷൻ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഡൈജഷൻ വഴി ഇംപ്യൂരിറ്റീസിനെ മിനിമൈസ് ചെയ്യാം. അടുത്ത പ്രോസസ്സാണ് റീപ്രസിപ്പിറ്റേഷൻ. ദ ഫിൽട്ടേർഡ് precipitate is redissolved in a suitable solvent and then reprecipitated using a precipitant. നമ്മൾ ഫിൽട്ടർ ചെയ്ത് പ്രസിപ്പിറ്റേറ്റ് ഫിൽട്ടർ ചെയ്തതിന് ശേഷം അതിനെ ഒരു സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യിക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും വേറൊരു പ്രസിപ്പിറ്റൻ്റ് ഉപയോഗിച്ചിട്ട് റീപ്രസിപ്പിറ്റേറ്റ് ചെയ്യുക. ദ സൊല്യൂഷൻ obtained will contain a lower concentration of impurity as compared to the original solution. ഇങ്ങനെ റീപ്രസിപ്പിറ്റേറ്റ് ചെയ്ത സൊല്യൂഷനിൽ ഇമ്പ്യൂരിറ്റിയുടെ ലെവൽ കുറവായിരിക്കും. Co-precipitation during reprecipitation would also be only to a lower extent. ഇങ്ങനെ റീപ്രസിപ്പിറ്റേറ്റ് ചെയ്യുമ്പോൾ കോപ്രസിപ്പിറ്റേഷൻ്റെ ലെവലും കുറവായിരിക്കും. അതായത് നമ്മൾ സൊല്യൂഷനിൽ ഇമ്പ്യൂരിറ്റീസിനെ പ്രസിപ്പിറ്റേറ്റിനെ റീപ്രസിപ്പിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും? ഇമ്പ്യൂരിറ്റീസ്, കോപ്രസിപ്പിറ്റേഷനും കുറവായിരിക്കും, അതുകൊണ്ട് ഇമ്പ്യൂരിറ്റീസ് കുറവായിരിക്കും. ഓക്കെ, റീപ്രസിപ്പിറ്റേഷൻ എന്ന് പറയുമ്പോൾ കിട്ടിയ പ്രസിപ്പിറ്റേറ്റിനെ ഏതെങ്കിലും ഒരു സോൾവെന്റിൽ ഡിസോൾവ് ചെയ്ത് വീണ്ടും പ്രസിപ്പിറ്റൻ്റ് ആഡ് ചെയ്തിട്ട് റീപ്രസിപ്പിറ്റേറ്റ് ചെയ്യുക. ഇങ്ങനെ റീപ്രസിപ്പിറ്റേറ്റ് ചെയ്യുമ്പോൾ ഇമ്പ്യൂരിറ്റീസും കുറവാകും, അതേപോലെ തന്നെ കോപ്രസിപ്പിറ്റേഷൻ ലെവലും കുറവായിരിക്കും. അടുത്തതാണ് പ്രസിപ്പിറ്റേഷൻ ഫ്രം ഹോമോജീനിയസ് സൊല്യൂഷൻ. അപ്പം അതെന്താ നോക്കാം. ഇറ്റ് ഇൻവോൾവ്സ് ദ ജനറേഷൻ ഓഫ് precipitant വിതിൻ ദ അനലൈഡ് സൊല്യൂഷൻ ബൈ സ്ലോ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഇത്ര നേരം നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനുള്ള പ്രസിപ്പിറ്റേറ്റിംഗ് ഏജൻറ്റ് അല്ലെങ്കിൽ പ്രസിപ്പിറ്റൻ്റ് സൊല്യൂഷനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒഴിച്ചു. അതിന് പകരം എന്ത് ചെയ്തു? നമ്മൾ പ്രസിപ്പിറ്റൻറ്റിനെ അനലൈറ്റ് സൊല്യൂഷനിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്, എന്തെങ്കിലും റിയാക്ഷൻസ് നടത്തിയിട്ട്. അപ്പം അങ്ങനെ നടക്കുമ്പോൾ ലോക്കലൈസ്ഡ് റീജിയൻസ് ഓഫ് ഹൈ കോൺസെൻട്രേഷൻ ആർ നോട്ട് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സൊല്യൂഷൻ. നമ്മളൊരു വലിയൊരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു വലിയൊരു ബീക്കർ ഉണ്ടെന്ന് വയ്ക്കുക. നമ്മുടെ കയ്യിൽ വലിയ ബീക്കറിൽ സൊല്യൂഷൻ ഉണ്ട്, അനലൈറ്റ് സൊല്യൂഷൻ ഉണ്ട്. അതിലേക്ക് നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ആഡ് ചെയ്യുമ്പോൾ നടുക്കിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാത്രമേ പ്രസിപ്പിറ്റൻ്റ് വീഴുള്ളൂ. അപ്പോൾ അവിടെ എന്തുണ്ടാവും? പ്രസിപ്പിറ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ആ ഏരിയയിൽ കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ കൂടുമ്പോഴാണ് ഇതേപോലെയുള്ള കോപ്രസിപ്പിറ്റേഷനും അതേപോലെയുള്ള പോസ്റ്റ് പ്രസിപ്പിറ്റേഷനും ഒക്കെ നടക്കുന്നത്. അപ്പം അങ്ങനെ ലോക്കലൈസ്ഡ് റീജിയൻ ഓഫ് ഹൈ കോൺസെൻട്രേഷൻ ആർ നോട്ട് പ്രൊഡ്യൂസ്ഡ് ഇൻ ദിസ് മെത്തേഡ്. അപ്പം ഇങ്ങനെ നമ്മൾ ഹോമോജീനിയസ് ആയിട്ട് സൊല്യൂഷനിൽ പ്രസിപ്പിറ്റേറ്റിനെ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഏരിയയിൽ മാത്രം പ്രസിപ്പിറ്റൻറ്റിൻ്റെ എമൗണ്ട് കൂടുക, അല്ലെങ്കിൽ ഒരു ഹൈ കോൺസെൻട്രേഷൻ പ്രസിപ്പിറ്റൻറ്റിൻ്റെ ഹൈ കോൺസെൻട്രേഷനുള്ള ഒരു ഏരിയ ഉണ്ടാവില്ല. അതുകൊണ്ട് എന്തുണ്ടാവില്ല? കോപ്രസിപ്പിറ്റേഷൻ. അത് കാരണം കോപ്രസിപ്പിറ്റേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് കോപ്രസിപ്പിറ്റേഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ് കൺസിഡറബിളി. ഓക്കെ, അപ്പം ഇത്രയും മെത്തേഡ്സ് ആണ് എന്തിനുള്ളത്? കോപ്രസിപ്പിറ്റേഷൻ കുറയ്ക്കാനുള്ള മെത്തേഡ്സ്. ഏതൊക്കെയായിരുന്നു കോപ്രസിപ്പിറ്റേഷൻ കുറയ്ക്കാനുള്ള മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ആദ്യത്തെ വാഷിംഗ്, അടുത്തത് വാഷിംഗ് ഫസ്റ്റ് വൺ, പ്രസിപ്പിറ്റേറ്റിനെ നന്നായിട്ട് വാഷ് ചെയ്യുക. അങ്ങനെയാവുമ്പോൾ കോപ്രസിപ്പിറ്റേഷൻ കുറയ്ക്കാം. അടുത്തത് സെപ്പറേഷൻ ഓർ മാസ്കിംഗ് ഓഫ് ഇമ്പ്യൂരിറ്റി. നെക്സ്റ്റ് ചോയ്സ് ഓഫ് ദ പ്രസിപ്പിറ്റൻറ്റ്. നാലാമത്തെ ഡൈജഷൻ. മൂന്നാമത്തെ റീപ്രസിപ്പിറ്റേഷൻ. ആറാമത്തെ പ്രസിപ്പിറ്റേഷൻ ഫ്രം ഹോമോജീനിയസ് സൊല്യൂഷൻ. അതിൽ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് പ്രസിപ്പിറ്റേഷൻ ഫ്രം ഹോമോജീനിയസ് സൊല്യൂഷനാണ്. അങ്ങനെയാവുമ്പോൾ ഒരു ഏരിയയിൽ പ്രസിപ്പിറ്റേറ്റിൻ്റെ ഹൈ കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണ് പ്രസിപ്പിറ്റേഷൻ ഫ്രം ഹോമോജീനിയസ് സൊല്യൂഷൻ. ഒരു എക്സാമ്പിളാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഡയറക്റ്റായിട്ട് അമോണിയ ഹൈഡ്രോക്സൈഡ് അയൺ 3+ ഉള്ള സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? Fe3+ ഫെറിക് ഹൈഡ്രോക്സൈഡായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. അലുമിനിയം ഹൈഡ്രോക്സൈഡ് ജെലാറ്റിനസ് ആണ് പ്രസിപ്പിറ്റേറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബൾക്കി ആൻഡ് ഇറ്റ് ഈസ് ഇൻ ജെലാറ്റിനസ് ഫോം. ഓക്കെ,
ജലാറ്റിനസ് ഫോമിലായിരിക്കും ഡ്യൂ ടു ദ കോ പ്രിസിപ്പിറ്റേഷൻ ഓഫ് അലുമിനിയം ഹൈഡ്രോക്സൈഡ്. എന്തുകൊണ്ടാണ് ജലാറ്റിനസ് ഫോമിൽ ആവാൻ കാരണം? അലുമിനിയം ഹൈഡ്രോക്സൈഡ് കോ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ട്. അതില്ലാണ്ടിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഹൈഡ്രോളിസിസ് ഓഫ് യൂറിയ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഹോമോജീനിയസ് ജനറേഷൻ ഓഫ് OH- അയോൺ. ഹൈഡ്രോളിസിസ് റിയാക്ഷനാണ്. യൂറിയയുടെ ഹൈഡ്രോളിസിസ് റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡും അമോണിയം അയോണും OH അയോണും നമ്മുടെ സൊല്യൂഷനിൽ ഉണ്ടാവും. ഈ OH അയോൺ നമ്മുടെ Fe3+ സൊല്യൂഷനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അതിൻ്റെ ഹൈഡ്രോക്സൈഡ് ആക്കിയിട്ട് മാറും, പ്രസിപ്പിറ്റേറ്റ് മാറും. അവിടെ അലുമിനിയം ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ഇറ്റ് yields precipitate in denser, purer and easily filterable form. അപ്പം നമുക്കിങ്ങനെ പ്രസിപ്പിറ്റേഷൻ ഫ്രം ഹോമോജീനിയസ് സൊല്യൂഷനാണ് നടത്തണമെങ്കിൽ എന്തുണ്ടാവും? പ്രസിപ്പിറ്റേറ്റ് ഡെൻസർ ആയിരിക്കും, പ്യുവറർ ആണ്, ആൻഡ് ഇറ്റ് ഈസ് ഇൻ ഈസിലി ഫിൽറ്ററബിൾ ഫോം. അപ്പോൾ ഇത്രയും മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കോ പ്രിസിപ്പിറ്റേഷൻ മിനിമൈസ് ചെയ്യാം. ഓക്കെ, then thank you.